1-ാം നൂറ്റാണ്ടിലെ ഒരു സാധാരണ മീൻപിടുത്തക്കാരനും പിന്നെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും കൂടെ ചേർന്നെഴുതിയ ഒരു പുസ്തകം വായിക്കുന്നതിനെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും കേൾക്കുമ്പോ ഭയങ്കര അതിശയായി തോന്നാം. അതെ. കത്തോലിക്കാ സഭ അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളെ, അതായത് ബൈബിളിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് ഇന്നത്തെ നമ്മുടെ ഈ ആഴത്തിലുള്ള പഠനത്തിലെ പ്രധാന വിഷയം. സാധാരണ ഒരു ലൈബ്രറിയിൽ പോയി നമ്മൾ കാണുന്ന പുസ്തകങ്ങളെ പോലെ അല്ല സഭ ഇതിനെ കാണുന്നത്. അതായത് ഈ വരികൾ വെറും കടലാസിലെ അക്ഷരങ്ങളല്ല, കാലങ്ങളെ അതിജീവിച്ച് മനുഷ്യരോട് സംസാരിക്കുന്ന ജീവനുള്ള വചനങ്ങളാണ്. ജീവനുള്ള വചനം. അപ്പോ ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് വളരെ രസകരമായൊരു കാര്യം വരുന്നത്. ദൈവം തന്നെയാണ് ഇതിന്റെ യഥാർത്ഥ രചയിതാവ് എന്ന് പറയുന്നുണ്ടല്ലോ. അതെ, അങ്ങനെയാണ് വിശ്വാസം. അങ്ങനെയെങ്കിൽ ഇതൊരു കമ്പനി മേധാവി പറയുന്നതെല്ലാം കേട്ട് ഒരു സെക്രട്ടറി വെറുതെ ടൈപ്പ് ചെയ്യുന്നത് പോലെയുള്ളൊരു പരിപാടിയാണോ? ആ ഒരു മിനിറ്റ്, ആ സെക്രട്ടറി ഉപമ ഇവിടെ ശരിക്കും വർക്കാവില്ല. ഓഹോ, അല്ലേ? കാരണം മനുഷ്യർ അവരുടെ സ്വന്തം കഴിവുകളും സാഹിത്യ ശൈലികളുമൊക്കെ ഉപയോഗിച്ചാണ് ഇതെഴുതിയതെന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദൈവം മനുഷ്യരെ വെറുമൊരു ടൈപ്പ്റൈറ്റർ പോലെയോ അല്ലെങ്കിൽ റോബോട്ടുകളെ പോലെയല്ല ഉപയോഗിച്ചത്. ശരി. മനുഷ്യർ അവരുടെ പൂർണ്ണമായ അറിവും കഴിവും ഉപയോഗിച്ച് തന്നെ എഴുതി. പക്ഷെ അവിടെ പരിശുദ്ധാത്മാവിന്റെ ഒരു കൃത്യമായ ഇടപെടലുണ്ടായിരുന്നു. മനസ്സിലായി. മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ട സത്യങ്ങൾ യാതൊരു തെറ്റുമില്ലാതെ അവരിലൂടെ എഴുതിക്കാൻ ആ ഇടപെടൽ സഹായിച്ചു എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ഒരു മിനിറ്റ്, മനുഷ്യർ എഴുതിയതാണെങ്കിൽ അതിൽ സ്വാഭാവികമായും എന്തെങ്കിലും തെറ്റുകൾ വരില്ലേ? എന്താ പറയാ? അതായത് ഭൂമി പരന്നതാണെന്നൊക്കെ വിശ്വസിച്ചിരുന്ന കാലത്തെ മനുഷ്യരല്ലേ ഇതെഴുതിയത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇതിൽ തെറ്റുകൾ ഇല്ല എന്ന് പറയുന്നത്? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സയൻസോ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രമോ കൃത്യമായി പഠിപ്പിക്കുക എന്നതല്ലല്ലോ ഈ ഗ്രന്ഥങ്ങളുടെ ഉദ്ദേശ്യം. അപ്പൊ പിന്നെ എന്താണ്? മനുഷ്യന്റെ രക്ഷയ്ക്കാവശ്യമായ സത്യങ്ങൾ കൈമാറുക എന്നതാണ്. ആ ആത്മീയ സത്യങ്ങളിലാണ് തെറ്റുകളില്ലാത്തത്. അക്ഷരങ്ങൾക്കപ്പുറം അതിലൊരു ജീവനുണ്ട്. ജീവനുള്ള വചനം. കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഇതൊക്കെ വായിക്കുമ്പോൾ സാധാരണക്കാർക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഈ പുസ്തകങ്ങൾക്ക് പല അർത്ഥതലങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അതെ, 4 അർത്ഥതലങ്ങളുണ്ടെന്നാണ് പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ അക്ഷരാർത്ഥം, ആലങ്കാരികം, ധാർമ്മികം, പിന്നെ ലക്ഷ്യോന്മുഖം. സത്യം പറഞ്ഞാൽ ഇതൊരു സിനിമയിലെ ഡയറക്ടർ പോലും ഉദ്ദേശിക്കാത്ത ഒളിപ്പിച്ചുവെച്ച അർത്ഥങ്ങൾ നമ്മൾ അമിതമായി വിശകലനം ചെയ്ത് വെറുതെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നത് പോലെയാകില്ലേ? ഒറ്റ നോട്ടത്തിൽ അതൊരു അമിത വിശകലനമായി തോന്നാം. പക്ഷെ ഇതിനൊരു കൃത്യമായ അടിസ്ഥാനമുണ്ട്. അതെന്താണ്? എല്ലാം തുടങ്ങുന്നത് അക്ഷരാർത്ഥത്തിൽ നിന്നാണ്. അതായത് അന്ന് ചരിത്രപരമായി അവിടെ എന്താണ് സംഭവിച്ചത് എന്നത്. ബാക്കി അർത്ഥങ്ങളെല്ലാം ഇതിൽ നിന്നാണ് വരുന്നത്. ഇവിടെ പഴയൊരു വാചകം തന്നെയുണ്ട്. അക്ഷരങ്ങൾ ചരിത്രം പറയുന്നു, ആലങ്കാരികം വിശ്വാസത്തെയും, ധാർമ്മികം നാം എന്തു ചെയ്യണമെന്നും, ലക്ഷ്യോന്മുഖം നമ്മുടെ അന്തിമ വിധിയെയും പഠിപ്പിക്കുന്നു. ഇതൊന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണ സഹിതം പറയാമോ? തീർച്ചയായും. പഴയ നിയമത്തിൽ മോശയും ഇസ്രായേൽക്കാരും ആ ചെങ്കടൽ കടക്കുന്ന സംഭവം തന്നെ എടുക്കാം. ശരി. അക്ഷരാർത്ഥത്തിൽ നോക്കിയാൽ അതൊരു ചരിത്ര സംഭവമാണ്. അവർ കടൽ കടന്ന് ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഇനി ഇതിന്റെ ആലങ്കാരിക അർത്ഥം നോക്കിയാലോ? എന്താണ്? ഈ വെള്ളത്തിലൂടെയുള്ള കടന്നുപോകൽ പുതിയ നിയമത്തിലെ മാമോദീസായെയാണ് സൂചിപ്പിക്കുന്നത്. വാവ്, അത് കൊള്ളാമല്ലോ. ഭവം 4 തലങ്ങളിലാണ് സംസാരിക്കുന്നത്. ശരിക്കും ഈ ചെങ്കടൽ സംഭവം പുതിയ നിയമത്തിലെ മാമോദീസായുമായി ബന്ധിപ്പിച്ചത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇന്നത്തെ വലിയ സിനിമാറ്റിക് യൂണിവേഴ്സുകളെയാണ്. ഓഹോ, അതെങ്ങനെയാണ്? അതായത് അതിലെ ആദ്യ ഭാഗങ്ങൾ, അതായത് പ്രീക്വലുകൾ നമ്മൾ കാണുമല്ലോ. പക്ഷെ അവസാന ഭാഗം ഇറങ്ങിയ ശേഷം വീണ്ടും കാണുമ്പോൾ മാത്രമേ ആദ്യ ഭാഗങ്ങളിൽ ഡയറക്ടർ ഒളിപ്പിച്ചു വെച്ച ആ സൂചനകൾ നമുക്ക് പൂർണ്ണമായും മനസ്സിലാകൂ. കൃത്യമായി പറഞ്ഞു. പഴയ നിയമത്തിലെ 46 പുസ്തകങ്ങളും പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളും തമ്മിലുള്ള ബന്ധവും ശരിക്കും ഇതുപോലെയാണല്ലേ? അതെ അതെ, സിനിമാറ്റിക് യൂണിവേഴ്സ് രീതി തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. പഴയ നിയമത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നൂറ്റാണ്ടുകൾക്ക് ശേഷം പുതിയ നിയമത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളുടെ വെറും സൂചനകളായിരുന്നു. അപ്പോ അന്ന് ജീവിച്ചിരുന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാകില്ല. ഇല്ല, പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അന്ന് ജീവിച്ചിരുന്നവർക്ക് അതിന്റെ പൂർണ്ണ രൂപം എന്തായാലും മനസ്സിലായിരുന്നില്ല. പക്ഷെ ക്രിസ്തു വന്നതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ സൂചനകളൊക്കെ അവർക്ക് മനസ്സിലാകുന്നത്. ആഹാ,
അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ പുതിയ നിയമം മറഞ്ഞിരിക്കുന്നു, പുതിയതിൽ അത് വെളിപ്പെടുന്നു എന്ന് പറയുന്നത്. അപ്പോ ഈ രണ്ട് നിയമങ്ങളും തമ്മിൽ വേർപെടുത്താനാവാത്ത ഒരു വലിയ ബന്ധമുണ്ട്. ഒന്നുണ്ടെങ്കിലേ മറ്റേത് പൂർണ്ണമാകൂ. തീർച്ചയായും ഇവ രണ്ടും വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു കേന്ദ്രബിന്ദുവിലേക്കാണ്, അതായത് യേശുക്രിസ്തുവിലേക്ക്. തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് എന്ന് പറയുന്നതിന്റെ കാരണവും അതുതന്നെയാണ്. അപ്പോ ഈ പുസ്തകം കേവലം പഴയ കുറച്ച് അക്ഷരങ്ങളല്ല, മറിച്ച് നൂറ്റാണ്ടുകളിലൂടെ നീളുന്ന വലിയൊരു ചരിത്രത്തെയും വിശ്വാസത്തെയും വളരെ കൃത്യമായി കൂട്ടിയിണയ്ക്കുന്ന ഒരു മാസ്റ്റർ പീസാണെന്ന് ചുരുക്കം. അതെ, മനുഷ്യരും ദൈവവും ചേർന്നുള്ള ഒരു വലിയ രചന. അതുകൊണ്ടായിരിക്കുമല്ലേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും തലമുറകൾ ഈ വരികളിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമുള്ള അർത്ഥം ഇന്നും കണ്ടെത്തുന്നത്. ശരിയാണ്. ഇതിലെ ഓരോ സംഭവങ്ങളും കേവലം ചരിത്രത്തിൽ അവസാനിക്കാതെ കാലങ്ങളെ അതിജീവിച്ച് ഇന്നും മനുഷ്യരോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും ഇത് കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചെറിയ ചിന്ത പങ്കുവെച്ചുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള വരികൾ അന്ന് ജീവിച്ചിരുന്നവർക്ക് ചിന്തിക്കാൻ പോലും ആകാത്ത ഭാവിയിലെ സംഭവങ്ങളെ മുൻകൂട്ടി കാണിക്കാനായി എഴുതപ്പെട്ടതാണെങ്കിൽ, നമ്മുടെ ഇന്നത്തെ ആധുനിക ലോകത്തിലെ അടിസ്ഥാന രേഖകളെയും ആശയങ്ങളെയും നൂറ്റാണ്ടുകൾക്കപ്പുറം വരുന്ന ഭാവി തലമുറകൾ ഏത് രീതിയിലായിരിക്കും വ്യാഖ്യാനിക്കുക? അതൊരു നല്ല ചോദ്യമാണ്. നമ്മൾ പോലും ഉദ്ദേശിക്കാത്ത, നമ്മൾ ഒളിപ്പിച്ചു വെച്ചുവെന്ന് അവർ വെറുതെ കരുതുന്ന എന്തെങ്കിലും പുതിയ അർത്ഥതലങ്ങൾ അവർ അതിൽ കണ്ടെത്തുമോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.